എല്ലാവർക്കും ഫെയർ അസോസിയേറ്റ്സിൻ്റെ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 3, 2026. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. സ്റ്റോക്ക് മാർക്കറ്റ്സ് എന്താ ചെയ്യുന്നത് നോക്കാം. നിഫ്റ്റിയുടെ ഒരു ലാസ്റ്റ് 2 ഇയർ ടൈം ലൈനാണ് ഈ വരച്ച് വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നിഫ്റ്റി ഒട്ടും മൂവ് ചെയ്തിട്ടില്ല. നിഫ്റ്റി ടോട്ടലി ഫ്ലാറ്റാണ്. ആദ്യം ഒന്ന് ഇതിൻ്റെ ഒരു റീസൺ അതിൻ്റെ ഇടയിലുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഞാനൊന്ന് സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. സെപ്റ്റംബർ 2024 നിഫ്റ്റി പീക്ക് ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ ഓൾ ടൈം ഹൈ. ശേഷം പിന്നീട് വീണ്ടും 1-2 തവണ ഓൾ ടൈം ഹൈയിലോട്ട് വന്നു. ദെൻ താഴോട്ട് പോയി ഫ്ലാറ്റായിട്ട് നിന്നു. ഈ റേഞ്ചിലെ ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26,000 ആണ്. റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 26,000. ദെൻ ഇതിൻ്റെ ബോട്ടമായിട്ട് വന്നിട്ടുള്ളത് 22,000 ആണ്. ഇതിവിടെ ഒരു ചാർട്ട് പിടിച്ചു കഴിഞ്ഞാൽ അറിയാം 21,900, 22,000. റൗണ്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ 22,000 ബോട്ടം റേഞ്ചാണ്. ഈ റേഞ്ചിൻ്റെ ബോട്ടമാണ്. 24,000 ഈ റേഞ്ചിൻ്റെ മിഡിൽ പോർഷനാണ്. 26,000 ഈ റേഞ്ചിൻ്റെ അപ്പർ പോർഷനാണ്. 26,000 എത്തിയിട്ടുള്ള നിഫ്റ്റി ഫസ്റ്റ് ആദ്യത്തെ കുറച്ച് നാൾ ഇവിടെ ഡൗൺ ആയി വന്നു. ബോട്ടം കണ്ടത് നവംബർ 2024. ഇതിൻ്റെ റീസൺ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ നിഫ്റ്റി 50യിലുള്ള ഇന്ത്യൻ കമ്പനീസിൻ്റെ ഏണിങ്സ് ഗ്രോത്ത് കുറഞ്ഞു തുടങ്ങി. അതായത് ക്വാർട്ടർലി അവരുടെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ ക്വാർട്ടർലി റിസൾട്ട്സ് മോശമാവാൻ തുടങ്ങി. എക്സ്പെക്റ്റ് ചെയ്ത് അത്ര വന്നില്ല. സോ അതുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരാൻ തുടങ്ങി. എപ്പോഴും മാർക്കറ്റ്സിന് ഒരു ബേസിക് റീസണേ ഉള്ളൂ. അതായത് കമ്പനികളുടെ ക്വാർട്ടർലി പ്രോഫിറ്റ്സ് കൂടുന്നുണ്ടോ, സെയിൽസ് ഗ്രോത്ത് വരുന്നുണ്ടോ, പ്രോഫിറ്റ്സ് കൂടുന്നുണ്ടോ, ഏണിങ്സ് പെർ ഷെയർ ഒരു ഷെയറിലുള്ള വരുന്ന ഏണിങ്സ് കൂടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്സ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ മുകളിലേക്ക് പോകും. ഇവിടെ ആദ്യം സംഭവിച്ച കാര്യം ഈ ഒരു പോർഷനിൽ ഏണിങ്സ് റിസൾട്ട്സ് വളരെ മോശമായിരുന്നു. അങ്ങനെ മാർക്കറ്റ്സ് താഴോട്ട് വന്നു. ദെൻ നെക്സ്റ്റ് ലെഗ് താഴോട്ട് വന്നത് മാർച്ചിലാണ്. മാർച്ചിൽ താഴോട്ട് വരാനുണ്ടായ കാര്യം ഈ ഒരു ബോട്ടം ഇവിടെ വരാനുണ്ടായ കാര്യം പഹൽഗാം അറ്റാക്കാണ്. 2025 മാർച്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ വാർ വരുമോ എന്നുള്ളൊരു പേടി വന്നു. അപ്പോൾ മാർക്കറ്റ്സൊക്കെ പാനിക്കായി. ഈ സമയത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻവെസ്റ്റേഴ്സും നന്നായിട്ട് സെല്ലിങ് ചെയ്യും. അങ്ങനെ സെല്ലിങ് ചെയ്ത് ബോട്ടത്തിലോട്ട് വന്നു. ദെൻ അതൊരു വലിയ വാറിലോട്ടൊന്നും പോയില്ല എന്നുള്ളൊരു പൊസിഷനിൽ മാർക്കറ്റ് റിക്കവർ ചെയ്തു. പക്ഷെ പിന്നെ വന്ന വീഴ്ചയാണ് ഏപ്രിൽ 2025 ട്രംപിൻ്റെ ഇന്ത്യയുടെ മേലെയുള്ള എക്സ്ട്രാ ടാരിഫുകൾ. ട്രംപിൻ്റെ ടാരിഫ് വാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അന്ന് മാർക്കറ്റ് വളരെ ബോട്ടം പോയി. 21,700 പോയി. അതായത് 22,000 അടുത്തുള്ള റേഞ്ചിലായിരുന്നു മാർക്കറ്റ്. അവിടെ നിന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്തു. ദെൻ മാർക്കറ്റ് റിക്കവർ ചെയ്തു, ഒരു സൈഡ് വേസ് പോയി. ശേഷം വീണ്ടും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലോട്ട് വന്നു. ഓൾ ടൈം ഹൈയിലോട്ട് വന്നത് നവംബർ 2025. അതായത് 2025 അവസാനത്തോടു കൂടി മാർക്കറ്റ് തിരിച്ച് ഓൾ ടൈം ഹൈയിലോട്ട് വന്നു. അങ്ങനെ ജനുവരി 2026 തുടങ്ങുമ്പോൾ മാർക്കറ്റ് 26,300 ഓൾ ടൈം ഹൈയിലോട്ട് എത്തി. പക്ഷേ ഈ പോയിന്റിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ 2024 സെപ്റ്റംബർ എന്നുള്ള പോയിന്റിലുള്ള ഏണിങ്സിലുള്ള സ്ലോ ഡൗൺ, അതായത് കമ്പനീസിൻ്റെ പ്രോഫിറ്റ്സിലുള്ള സ്ലോ ഡൗൺ അധികമൊന്നും മറികടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു 1.5 കൊല്ലത്തിൻ്റെ ഇടയിൽ പ്രോഫിറ്റ്സിൻ്റെ ഗ്രോത്തൊക്കെ ഫ്ലാറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാ ക്വാർട്ടർലി റിസൾട്ട്സിലും ഒരുവിധം കമ്പനികൾക്കും ഫ്ലാറ്റാണ്. എക്സെപ്ഷൻ ഉണ്ട്, പക്ഷേ ജനറലി ഏണിങ്സ് ഇന്ത്യൻ മാർക്കറ്റ്സിൽ ഫ്ലാറ്റാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് US ഇറാൻ വാർ വന്നു. വാർ വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് പോയി.
പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ പ്രൈസ് വളരെ വളരെ അധികം കൂടുകയും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കുകയും അങ്ങനെ ഓയിൽ ഷോക്ക് എക്കണോമിയിൽ വരാനും തുടങ്ങിയതോടുകൂടി വീണ്ടും 22,000 എന്നുള്ള ബോട്ടം റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്നു. സീസ് ഫയർ നടത്തിയ പോയിൻ്റാണ് ഇവിടെ കാണുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്ത് മുകളിലോട്ട് വന്നു. വീണ്ടും സീസ് ഫയർ ബ്രേക്ക് ചെയ്തു. സീസ് ഫയർ ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും യുദ്ധം തുടങ്ങി. വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു. ദെൻ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു പോയിൻ്റ് പറയാം. ഈ ഒരു പോയിൻ്റൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ തുടങ്ങി. ഇന്ന് അറ്റ് പ്രസൻറ്റ് മാർക്കറ്റ് 24,700 റേഞ്ചിലാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് മൂവും കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ പ്രൈസ് വളരെയധികം താഴോട്ട് വന്നു. വളരെയധികം താഴോട്ട് വന്നു മീൻസ് ഒരു സീസ് ഫയറിനടുത്ത് എത്തുന്നൊരു പോയിന്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ള നമുക്ക് ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം. ഇതാ ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസ് ഇവിടുന്ന് ഗ്യാപ്പ് ഡൗൺ ചെയ്ത് ഏറ്റവും താഴോട്ട് വന്നു. 80, അതായത് മുമ്പ് $96 ബാരലിനുള്ള പ്രൈസ് പെട്ടെന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് കണ്ട ചുവന്ന ക്യാൻഡിലൊന്ന് വളരെയധികം താഴോട്ട് വന്ന് ഏകദേശം $80 വന്നു. $80 അടുത്താണ് ഓയിലിൻ്റെ പ്രൈസ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി കുതിക്കും. 70 ഇന്ത്യയുടെ കംഫർട്ടബിൾ പൊസിഷൻ. ഓക്കെ, ഇനി നിഫ്റ്റിയിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോവാം. ഓക്കെ, അപ്പം ഇതാണ് ലാസ്റ്റ് 2 years ആയിട്ടുള്ള നിഫ്റ്റിയുടെ ഒരു പൊസിഷൻ.